2020 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. അമേരിക്ക 29 റൺസിന് തോൽപ്പിച്ചു. 162 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന അമേരിക്കയുടെ പോരാട്ടം 8-ന് 132 അവസാനിച്ചു. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജയത്തോടെ തുടങ്ങാൻ കഴിയുന്നു. പക്ഷേ അമേരിക്ക എന്നൊരു രാജ്യവുമായി മത്സരിക്കുമ്പോൾ ആ വിജയത്തിന് കുറച്ചുകൂടി ഒരു മാർജിൻ വേണമായിരുന്നു എന്നത് ആരാധകർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് 29 റൺസിൻ്റെ വിജയമാണ്. എന്നാൽ പോലും ഒരു ഘട്ടത്തിലും ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ഇന്ത്യ ബാറ്റ് ചെയ്ത സമയത്ത് ഒഴികെ മറ്റുള്ള സമയത്ത് നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയാണ് ആദ്യം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയത്. അഭിഷേക് ശർമ്മ ആദ്യ പന്തിൽ തന്നെ പുറത്തായതടക്കം ഇന്ത്യൻ ബാറ്റർമാർ ഒരു വലിയ ഇന്നിങ്സ് കളിക്കാനാവാതെ പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു. അതിൽ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ്റെ ഇന്നിങ്സുമായി മുന്നിൽ നിന്ന് നയിച്ചു. 84 റൺസുമായി അദ്ദേഹം നടത്തിയ ഒരു ചെറുത്തുനിൽപ്പാണ്. അവസാന ഓവറുകളിൽ നടത്തിയ വെടിക്കെട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ 161 എന്നൊരു റൺസിലേക്ക് എത്തിച്ചത്. പക്ഷേ വാങ്കഡയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതത്ര വലിയ ഒരു സംഖ്യയല്ല. 161 എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു ടോട്ടൽ മാത്രമാണ്. അതിലും കുറഞ്ഞൊരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്ത ഒരു ടീമും വിജയിച്ചിട്ടുമില്ല. പക്ഷേ ഇന്ത്യൻ ബോളർമാർ ഈ ജയം അനായാസമാക്കി എന്നതാണ് പറയേണ്ടത്. 17-ന് 3 വിക്കറ്റ് തുടക്കത്തിൽ തന്നെ അമേരിക്കയുടെ നഷ്ടമായി. പിന്നീട് ഒരു ഘട്ടത്തിലും അവർക്ക് റൺ റേറ്റ് ഉയർത്താൻ കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിലും വിജയത്തിലേക്ക് അവർ നീങ്ങുകയാണെന്നൊരു സൂചന അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല. 29 റൺസിൻ്റെ വിജയം മാത്രമേ ഇന്ത്യക്ക് വിട്ടുകൊടുത്തുള്ളൂ എന്നത് മാത്രമേ അവർക്ക് ആശ്വസിക്കാൻ കഴിയുന്നുള്ളൂ. അല്പസമയം മുമ്പാണ് ക്യാപ്റ്റന്മാരുടെ വാർത്താസമ്മേളനം നടന്നത്. അതിൽ അമേരിക്കൻ ക്യാപ്റ്റൻ മൊനാക് പട്ടേൽ പറഞ്ഞത് ഇന്ത്യയെ ഒരു ഘട്ടത്തിൽ 136, 130-നും 140-നും ഇടയിൽ ഒരു സ്കോറിൽ തളച്ചിടാൻ കഴിഞ്ഞേക്കുമെന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്നാണ്. പക്ഷേ സൂര്യകുമാർ യാദവ് അവസാന ഘട്ടത്തിൽ നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗാണ് യഥാർത്ഥത്തിൽ കുറച്ച് മെച്ചപ്പെട്ട സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിച്ചത്. എന്നാൽ പോലും വാങ്കഡയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് അത്ര വലിയ സ്കോർ ആയിരുന്നില്ല. എന്നാലും ബോളർമാർക്ക് അത് പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ജസ്പ്രീത് ബുംറ ഇന്ന് കളിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് കടുത്ത പനിയായതിനാൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല. അവസാന നിമിഷം ഹർഷിത് റാണയ്ക്ക് പരിക്കേറ്റപ്പോൾ ടീമിലേക്ക് വന്ന മുഹമ്മദ് സിറാജാണ് ഇന്ത്യൻ ബോളിംഗ് നിരയിൽ ഉണ്ടായിരുന്ന ഒരു സർപ്രൈസ് മാറ്റം. ഏതായാലും തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റ് വീഴ്ത്തി തൻ്റെ വരവ് മുഹമ്മദ് സിറാജ് ഗംഭീരമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സഞ്ജു സാംസൺ ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്നില്ല. ഇഷാൻ കിഷൻ തന്നെ പ്രതീക്ഷ പോലെ ഓപ്പണിങ്ങിൽ എത്തി. പക്ഷേ ഒരു വലിയ ഇന്നിങ്സ് ഇഷാൻ കിഷനും കളിക്കാൻ കഴിയാതെ പോയി. അങ്ങനെ ഇന്ത്യൻ ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണം അവർ ഈ മത്സരത്തിൽ ഏതായാലും നേരിട്ടു എന്ന് പറയാം. തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു ടഫ് മത്സരം കിട്ടിയത്, ഒരു കടുത്ത മത്സരം കിട്ടിയത് ഒരു പക്ഷേ ടീം ഗുണകരമായി പോലും കാണുന്നുണ്ടാകും. ഏതായാലും ഈ മത്സരത്തിലുണ്ടായ പിഴവുകളൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നതാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രസന്റേഷൻ വേളയിൽ പറഞ്ഞത്. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. രാജസ്ഥാനിലെ കോട്ടയിൽ 3 നില കെട്ടിടം തകർന്നു വീണു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അരവിന്ദ് PR ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരവിന്ദ്, ഇതൊരു വലിയ അപകടത്തിന്റെ ദൃശ്യമാണല്ലോ കാണുന്നത്. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് സംഭവിച്ചത്? ഭവ്യ, അല്പസമയം മുമ്പാണ് രാജസ്ഥാനിലെ കോട്ടയിൽ 3 നില കെട്ടിടം തകർന്നു വീണത്. കോട്ടയിലെ ഇന്ദിരാ വിഹാറിലുണ്ടായിരുന്ന കെട്ടിടമാണ് ഇത്തരത്തിൽ തകർന്നു വീഴുകയും നിരവധി പേർ ഇപ്പോൾ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നത്. 20ഓളം പേർ ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിനോടൊപ്പം തന്നെ 5 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ 5 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും അതിൽ പലരുടെയും നില ഗുരുതരമെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അല്പസമയം മുമ്പായിരുന്നു വലിയ ശബ്ദത്തോടുകൂടി ഈ കെട്ടിടം തകർന്നു വീഴുന്നത്. വിദ്യാർത്ഥികളടക്കം ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളടക്കം നടക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ നിരവധി വിദ്യാർത്ഥികളടക്കം താമസിച്ചിരുന്ന ഒരു ഇടമാണെന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും നാട്ടുകാരും പോലീസും ചേർന്നാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി വന്നത്. ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ കൂടുതൽ സേനാ വിഭാഗ അംഗങ്ങളടക്കം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ അടക്കം അംഗങ്ങൾ എത്തി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ മൊത്തത്തിൽ നീക്കം ചെയ്തുകൊണ്ട് അതിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ എണ്ണം അല്ലെങ്കിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന ഒരു കൃത്യമായ എണ്ണമില്ല. 20 പേരെന്നതാണ് മനസ്സിലാകുന്നത്. അതേസമയം എന്താണ് യഥാർത്ഥത്തിൽ അപകട കാരണം? കെട്ടിടത്തിന്റെ പഴക്കമാണോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമാണോ എന്ന കാര്യത്തിലും പരിശോധന നടത്തുമെന്നും ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രഥമ പരിഗണന കുടുങ്ങിക്കിടക്കുന്നവർ രക്ഷപ്പെടുത്തുകയാണ്, അവർക്ക് ആവശ്യമായ ചികിത്സ നൽകുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അരവിന്ദ് PR ആണ് വിവരങ്ങൾ നൽകിയത്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് നടന്ന ചോദ്യം ചെയ്യൽ 2.5 മണിക്കൂർ നീണ്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒത്തുള്ള ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തതെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണമെന്ന് അടൂർ പ്രകാശ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്യുന്ന ആദ്യ കോൺഗ്രസ് നേതാവാണ് UDF കൺവീനർ അടൂർ പ്രകാശ്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത് 2.5 മണിക്കൂർ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രമാണ് തന്നെ ചോദ്യം ചെയ്യാനുള്ള കാരണമെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യണമെന്ന് അടൂർ പ്രകാശ്. SITയുടെ SP എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ പോയി അവർ ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ എല്ലാത്തിനും മറുപടി പറയുകയുണ്ടായി. ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും അതിനുശേഷം മറ്റേ യാതൊരു കാര്യവും എന്നെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. മുഖ്യമന്ത്രി ആയിട്ടുള്ള ചിത്രമുണ്ടല്ലോ, ഒന്ന് കൊടുക്ക്. നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ? നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് രണ്ടോ മൂന്നോ മാസക്കാലം കഴിയുമ്പോൾ ഭരണം മാറും എന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാനില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ കാസർഗോഡ് വെച്ച് പറഞ്ഞല്ലോ, കേരള പോലീസ് തടി രക്ഷിക്കാനാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. KPCC പ്രസിഡന്റിനെ വരെ ചോദ്യം ചെയ്തേക്കുമെന്നും പലരും വായിൽ തോന്നിയത് വിളിച്ചു പറയുമെന്നായിരുന്നു K സുധാകരന്റെ പ്രതികരണം. നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജിബിൻ JB 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശ് MPയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ സംശയിച്ച് കോൺഗ്രസ്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും KPCC മുൻ അധ്യക്ഷൻ K സുധാകരനും ആരോപിച്ചു. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നന്നായി അന്വേഷണം നടക്കുന്നതുകൊണ്ടാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ പ്രതിരോധം. UDFന്റെ രാഷ്ട്രീയ പ്രചരണ ജാഥ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ മുന്നണി കൺവീനർ അടൂർ പ്രകാശ് MPയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതാണ് കോൺഗ്രസ് രാഷ്ട്രീയം ആരോപിക്കാൻ കാരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രമല്ലാതെ സ്വർണ്ണക്കൊള്ളയുമായി അടൂർ പ്രകാശിനെ ബന്ധപ്പെടുത്തുന്ന ഒന്നുമില്ലാതിരിക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലാണെന്ന് ഉറപ്പിക്കുകയാണ് കോൺഗ്രസ്. UDFനെ ഇതിനകത്ത് കെട്ടിവെക്കാൻ ശ്രമിച്ചാൽ അത് വീണ്ടും അവർ വഷളാവത്തേ ഉള്ളൂ. ഇത് രാഷ്ട്രീയം തന്നെയല്ലേ? ഇത് SIT എന്ന് പറയുന്നത് കേരള പോലീസല്ലേ? സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും ചോദ്യം ചെയ്യലിൽ രാഷ്ട്രീയം ആരോപിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതം ഉണ്ടാവുമല്ലോ, സ്വാഭാവികല്ലേ. അതിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇതില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ രാഷ്ട്രീയമുണ്ടോ? എന്നാൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിനോട് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചില്ല. ഇന്നലെ ഞാൻ കാസർഗോഡ് വെച്ച് പറഞ്ഞാൽ ചോദ്യം ചെയ്യലിന് തിരഞ്ഞെടുത്ത സമയം, അത് പുറത്തുവിട്ട രീതി എന്നിവ ചൂണ്ടിക്കാട്ടി UDF ആരോപണം ഉന്നയിക്കുമ്പോൾ ഹൈക്കോടതി ഉപയോഗിച്ചാണ് LDFന്റെ പ്രതിരോധം. 24 തിരുവനന്തപുരം. പത്തനംതിട്ട MP ആന്റോ ആന്റണിക്കെതിരെ ഗുരുതര ആരോപണവുമായി നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു. ആന്റോ ആന്റണി 2 കോടി രൂപ വാങ്ങിയെന്നും കരഞ്ഞ് കാലു പിടിച്ചിട്ടും തിരികെ തന്നില്ലെന്നും NM രാജു വെളിപ്പെടുത്തി. എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ പണം നൽകി സഹായിക്കാറുണ്ടെന്നും അത് കൃത്യമായി തിരിച്ചു കൊടുത്തെന്നുമായിരുന്നു ആന്റോ ആന്റണിയുടെ മറുപടി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആന്റോ ആന്റണി MPക്ക് 2 കോടി രൂപ നൽകിയെന്നാണ് തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു ആരോപിക്കുന്നത്. 2 മാസത്തിനകം തിരികെ നൽകാമെന്ന് പറഞ്ഞാണ് തുക വാങ്ങിയത്. എന്നാൽ ഇതുവരെ 2 പ്രാവശ്യമായി 10 ലക്ഷം വീതം 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയത്. ആ ക്യാമ്പയിനിങ്ങിന്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10-10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. കേരള കോൺഗ്രസ് എം സംസ്ഥാന ട്രഷററും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റുമായിരുന്നു അന്ന് രാജു. വ്യക്തിബന്ധം കൊണ്ടാണ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പണം നൽകിയതെന്നും രാജു വ്യക്തമാക്കുന്നു. എന്നാൽ വെളിപ്പെടുത്തലിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ആന്റോ ആന്റണി MP 2 കോടി വാങ്ങിയെന്ന ആരോപണം തള്ളി. എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടെന്ന് ഏതെങ്കിലും ഇപ്പൊ അദ്ദേഹം ഇടതുമുന്നണിയിലാണ് നിൽക്കുന്നത്. ഇടതുമുന്നണിയുടെ സമ്മർദ്ദം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാണ്ട് അയാൾ നിയമപരമായിട്ട് കേസ് കൊടുത്തു. ആന്റോ ആന്റണിക്ക് നൽകിയത് നിക്ഷേപകരുടെ പണമാണെന്നും ഇക്കാര്യം EDയെയും ക്രൈംബ്രാഞ്ചിനെയും അറിയിച്ചെന്നും NM രാജു വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്രയ്ക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ ആന്റോ ആന്റണിക്കെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണമുയരുന്നത് കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കും. വരും ദിവസങ്ങളിൽ വിഷയം ഭരണപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കിയേക്കും.
ന്യൂസ് ഡെസ്ക് 24. റഷ്യയിലെ ഉംഫായിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റ സംഭവത്തിൽ ആക്രമണം നടത്തിയത് 15 വയസ്സുകാരനെന്ന് സൂചന. പ്രതിയെ പോലീസ് പിടികൂടി. അരവിന്ദ് PR ഡൽഹിയിൽ വിവരങ്ങളുമായി ചേർന്നു. അരവിന്ദ്, വിശദാംശങ്ങൾ. അല്പം സമയം മുമ്പാണ് റഷ്യയിലെ ഉഫായിൽ ഇന്ത്യക്കാർക്ക് കുത്തേറ്റെന്നുള്ള വിവരം പുറത്തു വന്നത്. എന്തായാലും ആക്രമണം നടത്തിയത് 15 വയസ്സുകാരനെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. റഷ്യയിലെ ഇന്ത്യൻ എംബസിയാണ് 4 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ കുത്തേറ്റെന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. വിദ്യാർത്ഥികൾ താമസിക്കുന്ന മെഡിക്കൽ സർവകലാശാല ഹോസ്റ്റലിലേക്ക് 15 വയസ്സുകാരൻ കടന്നു കയറുകയും പിന്നാലെ അവിടെ ഉണ്ടായിരുന്നവർക്ക് നേരെ ആക്രമണം നടത്തുകയുമായിരുന്നു. 4 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പുറമെ 2 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കൂടുതൽ വിവരങ്ങൾ എംബസി പുറത്തുവിട്ടിട്ടില്ല. എംബസി ഉദ്യോഗസ്ഥർ ഉഫായിലേക്ക് പുറപ്പെട്ടു എന്ന് മാത്രമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇവർക്ക് മതിയായ ചികിത്സാ സഹായം നൽകി വരുന്നുവെന്നും ഇപ്പോൾ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. 15കാരൻ അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയെന്ന കാര്യത്തിലും വ്യക്തതയില്ല. 15കാരനെ കീഴ്പ്പെടുത്തുന്നതിനിടയിലാണ് 2 പോലീസുകാർക്ക് പരിക്കേറ്റത്. ഈ 15 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും ഇപ്പോൾ റഷ്യൻ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഭവ്യ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDF UDF ജാഥകളിലും ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചർച്ചയാക്കി നേതാക്കൾ. UDFന്റെ പുതുയുഗയാത്ര വർഗീയ ശക്തികളെ വെള്ളപൂശുന്നെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. MV ഗോവിന്ദൻ UDFനെ വർഗീയത പഠിപ്പിക്കാൻ വരേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് സത്യവാങ്മൂലം നൽകാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോയെന്ന് മുതിർന്ന CPIM നേതാവ് AK ബാലൻ വെല്ലുവിളിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ പ്രധാന വിഷയമായിരുന്ന ജമാഅത്തെ ഇസ്ലാമി ബന്ധം തന്നെയാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെയും മുൻപന്തിയിൽ നിൽക്കുക എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഇന്നലത്തെ പ്രസ്താവനയാണ് രാഷ്ട്രീയ സംവാദങ്ങൾക്ക് തുടക്കമിട്ടത്. രാഷ്ട്രീയ അവസരം മുന്നിൽ കണ്ട CPIM ചാടി വീണു. ജമാഅത്തെ ഇസ്ലാമി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. മുമ്പ് കോലീബി സഖ്യ ഉണ്ടായിരുന്നത്, ഇപ്പോൾ കോലീബി സഖ്യത്തിൻ്റെ പുറമെ ജമാഅത്തെ ഇസ്ലാമിയുമായും സഖ്യം എന്നുള്ളതാണ് പുതിയ അവരുടെ കാഴ്ചപ്പാട്. UDFനെ പിന്തുണയ്ക്കുമ്പോൾ മാത്രം വർഗീയ നിലപാടെന്ന് ആരോപിക്കുന്ന LDFന് ഇരട്ടത്താപ്പാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. 42 വർഷക്കാലം തോളിൽ വെച്ചുകൊണ്ട് നടന്നാണ് ജമാഅത്തെ ഇസ്ലാമി. അന്ന് അവരിതെല്ലാം പറഞ്ഞാണ്. അന്ന് അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചതോടെ UDFന്റെ രാഷ്ട്രീയ അടിത്തറ ഇല്ലാതായെന്ന് മുതിർന്ന CPIM നേതാവ് AK ബാലൻ പ്രതികരിച്ചു. അവരുയർത്തുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്, ദേശീയതക്കെതിരാണ്. അതിൽ നിന്ന് ഞങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ പറ്റുമോ കോടതിയിൽ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. രാഷ്ട്രീയമായി ഇതുപോലെ അധപ്പതിച്ച ഒരു കാലഘട്ടമില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി നേരത്തെ ബന്ധമുണ്ടാക്കിയവരാണ് ഇപ്പോൾ UDFനെതിരെ കുറ്റം ആരോപിക്കുന്നതെന്ന് KC വേണുഗോപാലും പ്രതികരിച്ചു. ഇത്തരം ബന്ധങ്ങളില്ല എന്ന് പറഞ്ഞ് പരസ്യ നിലപാടെടുക്കുന്നവർക്ക് ആരെങ്കിലും പിന്തുണക്കുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ടാന്ന് പറയില്ല എന്ന് മാത്രമേ സതീശൻ പറഞ്ഞിട്ടുള്ളൂ. ഉപാധിയുമില്ലാതെ ആരെങ്കിലും വന്ന് പിന്തുണ തരുന്നുണ്ടെങ്കിൽ ആ പിന്തുണ വേണ്ടാന്നുള്ള പറയുന്നത് ആരാണ്? അവർ ഉപാധികൾ വെച്ച കാലത്ത് അവരുടെ പിന്തുണ തേടിയ CPM ആണ് ഇപ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നത്. അതിലൊരു കാര്യമില്ല. ജമാഅത്തെ ഇസ്ലാമി ബന്ധം തിരഞ്ഞെടുപ്പ് വിഷയമാകുമ്പോൾ രാഷ്ട്രീയ രംഗം ചൂടുപിടിക്കുകയാണ്. 24 തിരുവനന്തപുരം. UDFൽ സീറ്റ് ഉറപ്പിച്ച സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ സജീവമാകുന്നു. പാലാ മണ്ഡലത്തിൽ മാണി സി കാപ്പനും കുന്നത്തൂർ മണ്ഡലത്തിൽ ഉല്ലാസ് കോവൂരും അനൌദ്യോഗിക പ്രചാരണം തുടങ്ങി. സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമായില്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് 24നോട് പറഞ്ഞു. UDFന്റെ നേതാക്കൾ സീറ്റ് വിഭജന ചർച്ചകളിലും വെച്ചുമാറൽ നിർദ്ദേശങ്ങളിലും തല പുകച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. എന്നാൽ പാലായിലും കുന്നത്തൂരും ഇതൊന്നും ബാധകമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ തന്നെ മത്സരിക്കാൻ UDF നേതൃത്വം നിർദ്ദേശിച്ചതായി മാണി സി കാപ്പൻ 24നോട്. ഇവിടെ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും, കഴിഞ്ഞ തവണത്തേക്കാൾ ഏറെ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഭിത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ഭിത്തി എഴുതി നമ്മളിപ്പം ഭിത്തി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കുന്നത്തൂരും ഇത് തന്നെയാണ് സ്ഥിതി. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് ഉല്ലാസ് കോവൂർ പ്രചാരണം തുടങ്ങി. വികസന മുരടിപ്പ് പ്രചാരണ ആയുധമാക്കുമെന്ന ഉല്ലാസ് കോവൂർ 24നോട്. ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ നിയമസഭയിൽ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള ഒരു കരുത്തും പ്രകടിപ്പിക്കാത്ത ഒരു അംഗമാണ് ഈ സീനിയർ മോസ്റ്റ് അംഗം. അതിനെതിരായി ജനങ്ങൾ നിലപാട് സ്വീകരിക്കും. സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമായില്ലെന്നും UDF 100 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ്. ഞങ്ങൾ 100-ൽ കുറയാതുള്ള സീറ്റുകളിൽ UDF ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കും. ഈ ജാഥയിൽ തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ തന്നെ എന്തായാലും നമ്മുടെ സ്ഥാനാർത്ഥി നിർണയവും മറ്റും ഉണ്ടാകും.
സീറ്റ് വിഭജനം പൂർത്തിയായില്ലെങ്കിലും സിറ്റിംഗ് മണ്ഡലങ്ങളിലെ MLA-മാരും ഘടകകക്ഷികൾക്ക് ഉറപ്പുള്ള മണ്ഡലങ്ങളിലും പ്രചാരണം തുടങ്ങാൻ UDF നേതാക്കൾ അനൌദ്യോഗിക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. സീറ്റ് വിഭജനത്തെ ചൊല്ലി UDF-ന്റെ അതൃപ്തി പുകയുന്നതിനിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ ലക്ഷ്യമിട്ട LDF. ജോസഫ് വിഭാഗത്തെ സ്വീകരിക്കാൻ LDF-ന് തടസ്സമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. UDF-ൽ ഒരു പ്രശ്നവുമില്ലെന്നും LDF-ലേക്കുള്ള ക്ഷണം തമാശയെന്നും അബു ജോസഫ് പ്രതികരിച്ചു. സ്വീകരിക്കാൻ പറ്റിയ കക്ഷിയാണോ ജോസഫ് എന്ന് ചോദിച്ചാൽ സ്വീകരിക്കുന്നതിൽ എന്താ പ്രയാസം? അല്ല, നിങ്ങൾ എന്തോ ഒരു പ്രയാസമില്ലാണല്ലോ നിങ്ങളുടെ ചോദ്യം. എന്താ അതിലുള്ളൊരു പ്രയാസം? അല്ല, ജോസ് കെ മാണി ചുമ്മാ ഒരു തമാശ പറഞ്ഞതല്ല. 1964 KM ജോർജ് ചെയർമാനായിട്ട് തുടങ്ങിയ കേരള കോൺഗ്രസ് ആണ് തറവാടെന്ന് പറയുന്നത്. ആ തറവാടെന്ന് പറയുന്നത് P. ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 13-നാണ് ഡൽഹിയിൽ കൂടിക്കാഴ്ച. വിവിധ സംസ്ഥാനങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ കൗൺസിലർമാർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം ദേശവ്യാപക പ്രചാരണമാക്കാനാണ് BJP തീരുമാനം. ഡൽഹിയിൽ പ്രധാനമന്ത്രി ഒരുക്കുന്ന വിരുന്നിൽ കൗൺസിലർമാർ പങ്കെടുക്കും. ഈ മാസം 13-നാണ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിൻ മാർഗമാണ് യാത്ര. കേരളത്തിലും വിവിധ സംസ്ഥാനങ്ങളിലുമായി റെയിൽവേ സ്റ്റേഷനുകളിൽ കൗൺസിലർമാർക്ക് വലിയ സ്വീകരണമാണ് BJP ഒരുക്കുന്നത്. BJPയെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണനും BJP കൗൺസിലർമാർക്കൊപ്പം ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ വികസന കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാനാണ് ഡൽഹിക്ക് പോകുന്നത് എന്നാണ് BJP അവകാശപ്പെടുന്നത്. എന്നാൽ തിരുവനന്തപുരത്തെ കൗൺസിലർമാരെ കാഴ്ചവസ്തുക്കളാക്കി മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണം നടത്താനാണ് BJP നീക്കമെന്നാണ് LDF-ഉം UDF-ഉം ആരോപിക്കുന്നത്. മേയർ ഉൾപ്പെടെ 50 കൗൺസിലർമാർ മാറി നിൽക്കുന്നതുകൊണ്ട് നഗരസഭയിലെ ഭരണകാര്യങ്ങളിൽ വലിയ വീഴ്ച ഉണ്ടാകുമെന്നും ആരോപണമുയരുന്നു. നഗരസഭയുടെ ചെലവിലല്ല, പാർട്ടി ചെലവിലാണ് ഡൽഹിക്ക് പോകുന്നതെന്നാണ് BJPയുടെ വിശദീകരണം. ശ്രീധർ, 24, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും ജയം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കണമെന്ന് കേരള നേതാക്കളോട് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിയ മണ്ഡലങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരെന്നും പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിൽ നിതിൻ നബീൻ പറഞ്ഞു. തൃശൂർ ഒല്ലൂക്കരയിൽ ചുവരെഴുതി പാർട്ടി ദേശീയ അധ്യക്ഷൻ BJPയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ വന്ന 36 മണ്ഡലങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ പോരാ, എല്ലാ സീറ്റിലും വിജയിക്കാനായി പരിശ്രമിക്കണമെന്ന് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. BJP കോർ കമ്മിറ്റി യോഗത്തിലാണ് ദേശീയ അധ്യക്ഷന്റെ നിർദ്ദേശം. ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റുകളിലും ജയിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടുള്ള പ്രവർത്തനമാണ് വിജയം കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന പ്രചാരണ വിഷയമാക്കണമെന്നും BJP ദേശീയ അധ്യക്ഷൻ നിർദ്ദേശിച്ചു. ശബരിമല വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് നിതിൻ നബീൻ കുറ്റപ്പെടുത്തി. ശബരിമല पर जिस प्रकार से यहाँ के सत्ता और विपक्ष खेल खेल रहा है, हम पूरी तरह से उसके लिए लड़ाई लड़ेंगे और जस्टिस लेकर रहेंगे. തൃശൂർ ഒല്ലൂർക്കരയിലെ 164 നമ്പർ ബൂത്തിൽ ചുവരെഴുതിയാണ് നിതിൻ നബീൻ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. താമരയിതൾ ചുവരിൽ വരച്ചായിരുന്നു ഉദ്ഘാടനം. തൃശൂർ ഹയാത്ത് ഹോട്ടലിൽ നടന്ന ബജറ്റ് ചർച്ചയിലും ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പങ്കെടുത്തു. യുവ വ്യവസായികളും പുതുസംരംഭകരുമായി അദ്ദേഹം സംവദിച്ചു. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ ശക്തികേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിനു ശേഷം ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഡൽഹിയിലേക്ക് മടങ്ങും. 24, തിരുവനന്തപുരം. നാടിനെ നടുക്കിയ തിരുവല്ലയിലെ സ്പാ കൂട്ടബലാത്സംഗത്തിൽ യുവതി നേരിട്ടത് ക്രൂരപീഡനം. സുബിൻ അലക്സാണ്ടറും കൂട്ടാളികളും തന്നെ ശാരീരികമായി മർദ്ദിച്ച് ബലാത്സംഗം ചെയ്തെന്ന് അതിജീവിത 24നോട് പറഞ്ഞു. സഹപ്രവർത്തക ഗുണ്ടകൾക്ക് കൂട്ടുനിന്നതായും അതിജീവിത പറഞ്ഞു. കൂട്ടബലാത്സംഗത്തിന് പിന്നിൽ കൊട്ടേഷനാണെന്ന് സംശയിക്കുന്നതായി സ്ഥാപന ഉടമ ആരോപിച്ചു. ഇക്കാര്യം അന്വേഷിക്കുമെന്ന് പത്തനംതിട്ട SP R ആനന്ദ് പറഞ്ഞു. ഗൂണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ട് സ്പായിലെത്തിയ 6 അംഗ സംഘം നടത്തിയത് നരനായാട്ട്. സ്പാ ജീവനക്കാരിയെ അതിക്രൂര പീഡനത്തിന് ഇരയാക്കി. കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തെന്ന അതിജീവിത 24നോട്. അവൻ നല്ലതായിട്ട് ഉപദ്രവിക്കുമായിരുന്നു. ഈ മുടിയെ പിടിച്ച് വലിക്കുന്നു, കയ്യെ പിടിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോകണം, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഭയങ്കര ഉപദ്രവമായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു കത്തി അത് പെട്ടെന്ന് എന്റെ തൊണ്ടക്കുഴിയിൽ വെച്ചു. എന്നിട്ട് അവൻ എന്റെ തലയ്ക്കും മുഖത്തിനിട്ടും തലമുടി ഇങ്ങനെ അവൻ തല പൊക്കി പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. തന്റെ സഹപ്രവർത്തക ഗൂണ്ടകൾക്ക് കൂട്ടുനിന്നതായി സംശയിക്കുന്നുവെന്നും അതിജീവിത. ഈ കുട്ടി ഇന്നേ വരെ ഈ സ്പായിൽ വരാൻ തുടങ്ങിയിട്ട് ഞായറാഴ്ച ദിവസം വരെ വന്നിട്ടേ ഇല്ല.
അന്നത്തെ ദിവസം എന്തിനു വന്നെന്ന് അറിയത്തില്ല. മറ്റുള്ള ഗുണ്ടകളുമായിട്ട് ഈ സ്പാ ബെഡ് കയറിയിരുന്ന് ഭയങ്കര ചിരിയും കളിയും വർത്താനും, വേറെ ഏതൊക്കെയോ ഗുണ്ടകളുടെ കഥ പറയുന്നു, സോനുവിന്റെ കഥ പറയുന്നു, കണ്ണന്റെ കഥ പറയുന്നു. സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ ആണെന്ന സംശയം സ്ഥാപന ഉടമ പങ്കുവച്ചു. ഇക്കാര്യം വിശദമായി അന്വേഷിക്കുമെന്ന് പത്തനംതിട്ട SP R ആനന്ദ്. നമ്മൾ ഇപ്പോൾ ഈ ഇതിലുള്ള പരാതിക്കാരി മറ്റും ഇതിലുള്ള ഉടമസ്ഥരെ നമ്മൾ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവല്ല DSP ഇതിലുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ പ്രധാനമുള്ള ദീർഘമായിട്ടുള്ള ഡീറ്റെയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഫർദറായിട്ടുള്ള അതിനുള്ള പരാതികളെ കുറിച്ചുള്ള അന്വേഷണം നടത്താനുണ്ട്. സംഭവത്തിൽ പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ്. തിരുവല്ല DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഒളിവിലുള്ള 4 പ്രതികൾക്കായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 24 വാർത്തയിൽ കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. ബാർക്കിന്റെ അന്വേഷണ റിപ്പോർട്ടും ലഭിക്കാനുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. ലോക്സഭയിൽ കെ സുധാകരൻ MPയുടെ ചോദ്യത്തിന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ബാർക്ക് റേറ്റിംഗിൽ അട്ടിമറി നടത്താൻ കേരളത്തിലെ ഒരു ചാനലുടമയും ബാർക്ക് ജീവനക്കാരനും തമ്മിൽ നടത്തിയ ഇടപാട് പുറത്തുകൊണ്ടുവന്ന 24ന്റെ ഓപ്പറേഷൻ സത്യയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. ബാർക്ക് തട്ടിപ്പ് സംബന്ധിച്ച 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. സംഭവത്തിൽ അന്വേഷണത്തിനായി കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. DGPയുടെ പ്രാഥമിക റിപ്പോർട്ട് കാത്തിരിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. സ്വതന്ത്ര ഏജൻസിയെ ഉപയോഗിച്ച് ബാർക്ക് ഫോറൻസിക് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ബാർക്കിന്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. കെ സുധാകരൻ MPയുടെ ചോദ്യത്തിന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് ചാനലിന്റെ അപ്ലിങ്കിംഗ്, ഡൗൺലിങ്കിംഗ് അനുമതി സർക്കാർ താൽക്കാലികമായി നിർത്തിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യുമോ എന്ന ചോദ്യത്തിന് 2022 നവംബർ 9 ടെലിവിഷൻ ചാനലുകളുടെ അപ്ലിങ്കിംഗ്, ഡൗൺലിങ്കിംഗ് നയമാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് നടപടികൾ ഉണ്ടാകുക എന്നാണ് മറുപടി. ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസികൾക്കുള്ള നയമാർഗനിർദ്ദേശങ്ങൾ ഭേദഗതി പ്രക്രിയയിലാണെന്നും കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു. 24 ഡൽഹി. വയനാട് മാനന്തവാടിയിൽ കാറിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഭാര്യ നജുമത്തിന്റെ പ്രാഥമിക മൊഴിയെടുത്ത പോലീസ്. കർണാടകയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്നതിനിടെയാണ് ഭർത്താവ് സജീർ പെട്രോൾ വാങ്ങിയതെന്ന് നജുമത്ത് മൊഴി നൽകി. സജീർ വീഡിയോയിൽ ആരോപണമുന്നയിച്ച ബാപ്പുവിനെയും റഫീഖിനെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. ഭർത്താവ് സജീർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതിനെക്കുറിച്ച് തനിക്കറിയില്ലായിരുന്നു എന്നാണ് ഭാര്യ നജ്മുന്നീസയുടെ മൊഴി. പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെയാണ് നജ്മുന്നീസയുടെ പ്രാഥമിക മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. അതേസമയം താൻ നിരപരാധിയാണെന്നും 6 മാസത്തോളം സജീർ തനിക്ക് വാടക നൽകിയിട്ടില്ലെന്ന് ആരോപണ വിധേയനായ EC ബാപ്പു പറയുന്നു. താൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്ന് അറിയിച്ചതോടെ 25 ലക്ഷം രൂപ സജീറിന് നൽകിയിരുന്നു. ഈ തുക ആവശ്യപ്പെട്ടതോടെ സജീർ ഹോട്ടലിന്റെയും ബേക്കറിയുടെയും മുറികൾ ഒഴിഞ്ഞ് താക്കോൽ തിരിച്ചേൽപ്പിച്ചെന്നും വ്യാപാര സംഘടനാ പ്രസിഡന്റിന് അയച്ച കത്തിൽ EC ബാപ്പു ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തിൽ ആരോപണ വിധേയരായ ബാപ്പുവിനെയും പൂച്ചക്കൽ റഫീഖിനെയും പോലീസ് ചോദ്യം ചെയ്യും. ബാപ്പുവിന്റെ വീട്ടിലെ CCTVകളും പോലീസ് പരിശോധിക്കും. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.